റീത്തയുടെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകി അലീന. അങ്ങനെ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് റീത്ത ആണല്ലോ. നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത് റീത്തയ്ക്ക് എങ്ങനെയെങ്കിലും അലീനയെ ഓടിച്ചു വിടണമെന്നുള്ള ചിന്തയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സ്റ്റാലിൻ എന്തായാലും അതിന് കൂട്ടുനിൽക്കാൻ ഒരുക്കമല്ലാത്തത് കൊണ്ട് തന്നെ, തനിക്ക് അതിന് കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ റീത്ത മുൻകൈയെടുത്ത് അലീനയെ പുറത്താക്കാൻ ശ്രമം നടത്താൻ ഒരുങ്ങുന്നു. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട് തൻ്റെ മകളെ പുറത്താക്കാൻ താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. അതായത് സ്റ്റാൻലിയുടെ അനുവാദമില്ലാതെ തൻ്റെ വീട്ടിൽ നിന്നും ആരെയും റീത്തയ്ക്ക് പുറത്താക്കാൻ പറ്റില്ല എന്ന് സ്റ്റാൻലി പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലിയോട് റീത്ത ചോദിക്കുന്നുണ്ട്, മറ്റു മക്കളോട് ആരോടുമില്ലാത്ത ഒരു പ്രത്യേക സ്നേഹം എന്തിനാണ് നിങ്ങൾക്ക് ഇവളോട് മാത്രം? അതൊന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ റീത്തയോട് പറയുന്നുണ്ട്, ആ വ്യത്യാസം എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല. അവൾ 23 വർഷമായി തൻ്റെ മകളായിരുന്നിട്ടും അനാഥയെപ്പോലെ ജീവിച്ചു. അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ബന്ധുക്കളുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. അത്രയും കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ചവളാണ് എൻ്റെ മകൾ. അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ തള്ളിക്കളയാനോ എൻ്റെ മകളെ ഉപേക്ഷിക്കാനോ തനിക്ക് കഴിയില്ല എന്ന് പറയുന്നു. റീത്തയല്ല, തൻ്റെ ഭാര്യ വരെ വന്നു പറഞ്ഞാലും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും നമ്മുടെ സ്റ്റാൻലി തുറന്നു വയ്ക്കുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി, നിങ്ങൾ അലീനയെ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ പുറത്താക്കിയേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ജീവിതം എല്ലാം ഇരുട്ടിലാകുമെന്ന് പറയുമ്പോൾ, അങ്ങനെ പോകുന്ന ജീവിതമാണെങ്കിൽ അവിടേക്ക് പോട്ടെ എന്ന് വെക്കണം. പിന്നെ അതും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും തനിക്കില്ല എന്ന് സ്റ്റാൻലി പറയുകയാണ്. അതായത് അങ്ങനെ തനിക്ക് എല്ലാവരും നഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നഷ്ടപ്പെട്ടോട്ടെ, എന്നാലും എൻ്റെ അലീന മോളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. എന്തൊരു സ്നേഹത്തോടെയാണ് അവളെ നിങ്ങൾ മോളെ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇതുവരെയും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്ന അടുത്ത ചോദ്യം നമ്മുടെ റീത്ത ചോദിക്കുന്നു. അതെ, അവർ എൻ്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കുറച്ച് വന്നതല്ലാതെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ അവരെ എൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടോ എന്ന് പറയുന്നു. ഇപ്പം തന്നെ ഇവളെ കൊണ്ടുവന്നപ്പോഴാണ് എനിക്കൊന്ന് കാണാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ അതുമില്ല എന്ന് പറയുന്നു. ഇപ്പം തനിക്ക് കൂട്ടായിട്ട് ആകെ തൻ്റെ മകൾ മാത്രമേ ഉള്ളൂ എന്ന് റീത്തയുടെ മുൻപിൽ നമ്മുടെ സ്റ്റാൻലി തുറന്നു പറയുന്നു. തനിക്ക് കൂട്ടുമില്ല, മക്കളുമില്ല, ആരുമില്ല. താൻ ആകെ ഇപ്പോൾ മകളായി അംഗീകരിച്ചിരിക്കുന്നത് അലീനയെ മാത്രമാണ്. ബാക്കിയുള്ള തൻ്റെ മക്കൾക്ക് യാതൊരു കുറവുമില്ലാതെ നല്ല രീതിയിൽ തന്നെയല്ലേ അവർ ജീവിക്കുന്നത് എന്നും ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതിനെല്ലാം പുറമേണെങ്കിൽ നമ്മുടെ അലീനയെ കാണാൻ റീത്ത എത്തിയിരിക്കുകയാണ്. സ്റ്റാലിനാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് റീത്തയെ കൊണ്ടുപോകുന്നില്ല. കാരണം റീത്ത നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അലീനയുടെ മനസ്സ് വേദനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് റീത്തയെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് കൊണ്ടുപോകാത്തത് എന്ന് കാണാം. പക്ഷേ റീത്തയാണെങ്കിൽ കടും പിടുത്തം പിടിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻലി ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെ അലീനയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അലീനയെ കണ്ടതും റീത്തയാണെങ്കിൽ ധാരണകളെല്ലാം തെറ്റിച്ച് കളയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. അലീനയെ ഒരു മോശം പെൺകുട്ടിയായി
ചിത്രീകരിക്കാനായിട്ടും സ്റ്റാലിനെ ഒരു മോശം പപ്പയായി ചിത്രീകരിക്കാനായിട്ടും നല്ല രീതിയിൽ തന്നെ നമ്മുടെ റീത്ത ശ്രമിക്കുകയാണ്. സഹോദരിയെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും റീത്തയാണെങ്കിൽ സഹോദരിയെ, അതായത് സ്റ്റാലിയുടെ മകളെ, ഇളയ മകളെ പെട്ടെന്ന് തന്നെ അലീനയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇതേ സമയം അലീനയ്ക്ക് അത് ചെറിയൊരു വിഷമമാകുന്നുണ്ട്. അപ്പോഴും അലീന തിരികെ ഒന്നും പറയുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷേ സ്റ്റാലിനെ കുറ്റം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അലീന റീത്തയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നാക്കിന് എല്ലില്ല എന്ന് കരുതി എല്ലാം അങ്ങനെ വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. എൻ്റെ പപ്പ ഒരു മാന്യനും അന്തസ്സുള്ളവനും തന്നെയാണ് എന്ന് അലീന റീത്തയ്ക്ക് മുൻപിൽ തുറന്നു പറയുകയാണ്. അല്ലെങ്കിൽ എവിടെയോ കിടന്ന എന്നെ എന്തിന് എൻ്റെ പപ്പ സ്വീകരിച്ചു? എല്ലാവരുടെയും മുൻപിൽ വെച്ച് പപ്പ നല്ല മനുഷ്യന് കൊണ്ടായതുകൊണ്ടാണ് എന്നെ മകളായി അംഗീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരമൊരു പപ്പയുടെ മകളാണെന്ന് പറയാൻ എനിക്ക് അന്തസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളെൻ്റെ പപ്പയുടെ തെറ്റ് കണ്ടിട്ടായിരിക്കും, ഈ സ്വഭാവം കണ്ടിട്ടായിരിക്കും നിങ്ങൾ പപ്പ ഒരു വൃത്തികെട്ടവനാണെന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ പപ്പ പെർഫെക്റ്റാണ് എന്ന് പറയുന്നു. മദ്യപാനവും പുകവലിയും ഉണ്ടെന്നല്ലാതെ എൻ്റെ പപ്പ വേറെ ആരെയും ഉപദ്രവിക്കുകയോ ദ്രോഹിച്ചിട്ടുമില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ തിരുത്തി പറയേണ്ട ഒരു ദിവസം വരുമെന്നും അലീന ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം നീ എൻ്റെ അടുത്ത് തട്ടിക്കയറുകയൊന്നും വേണ്ട. നിനക്ക് 90 ദിവസമേ സാവകാശമുള്ളൂ. അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും. ഇത് ഈ റീത്താമയാണ് പറയുന്നത്. റീത്താമ പറഞ്ഞതൊന്നും ഇതുവരെയും തെറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അത് തെറ്റിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുന്നു. എൻ്റെ പപ്പയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കാനാണ് എനിക്കാഗ്രഹമെന്ന് അലീന റീത്തയുടെ മുഖത്ത് നോക്കി പറയുന്നു. ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നും റീത്തയോട് അലീന പറയുകയാണ്. പപ്പയെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറയുന്നു. മോളിത് കണ്ടൊന്നും പേടിക്കേണ്ട എന്ന് സഹോദരിയോട് ആശ്വാസവാക്ക് പറഞ്ഞുകൊണ്ട് അലീന ഓർമ്മപ്പെടുത്തുന്നു. പപ്പയ്ക്ക് വിഷമമായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അലീന തിരികെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ റീത്തയുടെ ആ അഹങ്കാരത്തിന് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അലീന മറുപടി കൊടുക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.